ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നതിന്റെ ഉദ്ദേശം, നമ്മളെ ഡൽഹിയിൽ നമ്മൾ ഒരുപാട് സഹോദരന്മാർ പോലീസിന്റെ മർദ്ദനമേറ്റ് കിടക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? നിങ്ങളിപ്പോ വീട്ടിൽ നിന്ന് വിചാരിക്കുന്നുണ്ട്, റീൽസ് ഒക്കെ കണ്ട് വിചാരിക്കും ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ, നമ്മളെ വീട്ടിൽ സേഫ് ആണല്ലോ. അല്ല, നാളെ ഇത് നിങ്ങളെയും ബാധിക്കും. നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന തലമുറയും ബാധിക്കും. കാരണം ഒരു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തെയും ഇവർ വിലക്ക് വാങ്ങിയാൽ എങ്ങനെ ഇരിക്കും? ഓൾറെഡി ഇവർക്ക് അധികാരമുണ്ട്, സ്വാധീനമുണ്ട്. ഈ രാജ്യം തന്നെ ഇവരുടെ കീഴിലാണ്. ഇവർ വിചാരിക്കും പോലെയാണ് ഈ രാജ്യം പോകുന്നത്. എന്നാലും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് രക്ഷപ്പെടാനുള്ള ഒറ്റ ഒരു മാർഗമാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തിലും ഇന്ന് കറപ്ഷനാണ്, അഴിമതിയാണ്. അധികാരമുള്ളവൻ തന്റെ മക്കൾക്ക് പൈസ കൊടുത്ത് ചോദ്യപേപ്പർ ചോർത്തുന്നു. അപ്പൊ സാധാരണക്കാര് പഠിച്ചു വരുന്ന പാവപ്പെട്ട പിള്ളേർക്ക് കിട്ടേണ്ട ആ ഒരു സ്ഥാനം പോലും ഇതേ അധികാരമുള്ളവർക്ക് കിട്ടുന്നു. ഇത് ജനാധിപത്യ രാജ്യമല്ലേ? ജനങ്ങളിൽ നിന്ന് ജനങ്ങളാൽ ജനങ്ങളിലേക്ക് ജനങ്ങളെ തെരഞ്ഞെടുക്കുന്നതാണ് ജനാധിപത്യം. ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. എന്ത് ഫ്രീഡം ആണ് നമുക്കുള്ളത്? പണമുള്ളവനും പ്രശസ്തിയുള്ളവനും മാത്രമാണ് ഈ പറയുന്ന റൈറ്റ്സും ഫ്രീഡം എല്ലാം ഉള്ളത്. അതുപോലെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഇതിനെതിരെ ശബ്ദം ഉയർത്തണം. പറ്റുമെങ്കിൽ, നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ പോയിട്ട് ആ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കണം. ആദ്യം 2 അടി വാങ്ങിയാലും കുഴപ്പമില്ല. ഇൻഷാ അല്ലാ, എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാനും പോകും. എന്റെ കൂടെ ആരെങ്കിലും വരാണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. നമ്മളാൽ കഴിയുന്ന വിധം നമ്മളെ സഹോദരങ്ങളുടെ കൂടെ നിൽക്കുക. എന്തോ ഒരു പ്രകാശ് രാജ്, രാഹുൽ ഗാന്ധി, ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളും പറ്റുമെങ്കിൽ പങ്കുചേരുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് നമ്മളെ ബാധിക്കൂല. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെയും ഇത് ബാധിക്കും, അല്ലെങ്കിൽ നമ്മളെ തലമുറ, നമ്മളെ മക്കളെയെങ്കിലും ഇത് ബാധിക്കും. അതുകൊണ്ട് ഈ അനീതിക്കെതിരെ, അക്രമത്തിനെതിരെ നമ്മളാൽ പറ്റുന്ന വിധം പോരാടുക. ജയ് ഹിന്ദ്.